ഓക്കെ, ഇനി നമുക്ക് 22ാമത്തെ ക്വസ്റ്റിലേക്ക് കടക്കാം. ആക്ച്വലി 22ാമത്തെ ക്വസ്റ്റിന് ഇന്റഗ്രേഷൻ എന്ന ചാപ്റ്റർ ക്വസ്റ്റൻ ആണ്. ഇന്റഗ്രേഷൻ മാത്രമല്ല, ഇൻവേഴ്സിന്റെ പ്രോപ്പർട്ടീസ് കൂടി മിക്സ് ചെയ്ത ക്വസ്റ്റൻ ആണ്. ഓക്കെ, ഇന്റഗ്രേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് മെത്തഡ് ഓഫ് പാർട്സ്, അതുപോലെ നമ്മളെ കിങ്സ് പ്രോപ്പർട്ടി, ഇതൊക്കെ അപ്ലൈ ചെയ്ത ഒരു ക്വസ്റ്റൻ ആണ്. എഗെയിൻ വൃത്തിയായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് എന്താ കാണാൻ പറഞ്ഞത്? ഇന്റഗ്രൽ 0 to 1 4 into cot inverse 1 minus 2x plus 4x square വാല്യൂ എന്താണ്? a tan inverse 2 minus b log 5 ആണ് അല്ലെ. then we have to find the value 2a plus b. എടാ നമുക്കാണ് 2a plus b അല്ലേ അല്ലെ. എടാ ഈ 2a plus b കാണെങ്കിൽ അത് എയും ബിയും കാണണ്ടേ അല്ലെ. എങ്ങനെ എയും ബിയും കാണാം? എയും ബിയും കാണണമെങ്കിൽ എടാ ഇതിന്റെ ഇന്റഗ്രേഷന്റെ വാല്യൂ അല്ലേ ഇത് അല്ലെ. അങ്ങനെയെങ്കിൽ നമുക്ക് ഇതിന്റെ ഇന്റഗ്രേഷന്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ പോലെ. ആ വാല്യൂ കണ്ടുപിടിക്കുമ്പോഴേ ഈ ഒരു ഫോർമുല വരിക അല്ലെ. ആ ഒരു ഫോർമുല വരുമ്പോഴേ tan inverse 2ന്റെ കൂടെ ഉള്ളതാണ് എ അല്ലെ, log 5ന്റെ കൂടെ ഉള്ളതാണെന്ത് ബി അല്ലെ. അപ്പൊ ചുരുക്കി പറഞ്ഞ എന്ത് കാണാം? ഈ ഇന്റഗ്രേഷൻ കാണാം അല്ലെ. അതല്ല എന്റെ ലക്ഷ്യം, ആ ഇന്റഗ്രേഷൻ കാണാം. ഓക്കെ, ആ ഇന്റഗ്രേഷൻ കാണാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന കാര്യം ഈ 4 ഞാൻ അവസാനം കൊടുക്കട്ടോ. വെറുതെ അവസാനം വരെ 4 എഴുതി പോകേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ ആദ്യം ഇതിന്റെ ഇന്റഗ്രേഷൻ കാണാൻ പോട്ടോ. ആ 4 ഞാൻ അവസാനം കൊടുക്കാട്ടോ. ഓക്കെ, അപ്പൊ ആരുടെ ഇന്റഗ്രേഷൻ കാണാൻ പോകുന്നത്? ഇന്റഗ്രൽ ഓഫ് 0 to 1 cot inverse 1 minus 2x plus 4x square ആണ് dx. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയാം കോട്ട് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടാൻ ഇൻവേഴ്സ് 1/x അല്ലേ അല്ലെ. കോട്ട് ഇൻവേഴ്സ് എക്സ് ആരാ? ടാൻ ഇൻവേഴ്സ് 1/x ആണ്. അങ്ങനെയെങ്കിൽ ഇതിന് ഞാൻ 0 to 1 കോട്ട് ഇൻവേഴ്സ് എന്താക്കാം? ടാൻ ഇൻവേഴ്സ് 1/, ആക്കാലോ അല്ലെ. ടാൻ ഇൻവേഴ്സ് 1/1 minus 2x plus 4x square എഴുതി കൂടെ dx. യെസ് അല്ലെ. ഞാൻ ഇവിടെ ചെയ്യുന്ന പോകുന്ന കാര്യം ഇന്റഗ്രൽ 0 to 1 ടാൻ ഇൻവേഴ്സ് 1/1. അവിടെ ഇവിടെ ഞാൻ -2x കോമൺ ആയിട്ട് ബാക്കി എന്താ വരിക? -2x കോമൺ എടുത്താലേ അടാ -2x -2x ബാക്കി 1 അല്ലേ വരിക അല്ലെ. ഇനി 4x square -2x എടുത്താലോ ബാക്കി -2x അല്ലേ വരിക അല്ലെ. ഇതൊന്ന് ഓപ്പൺ ആക്കി നോക്ക്. ഇത് ഓപ്പൺ ആക്കുമ്പോൾ അല്ലെങ്കിൽ വേണ്ട -2x എടുക്കണ്ട, അല്ലെങ്കിൽ 2x എടുക്കണോ? -2x ആണ്, +2x എടുക്കാം, +2x എടുക്കാം. ഓക്കെ, എടാ +2x എടുത്താലേ +2x എടുത്ത് ഇവിടെ ബാക്കി എന്താ വരിക? -2x +2x എടുത്ത് -1 അല്ലേ വരിക അല്ലെ. എടാ 4x square +2x എടുത്ത് ബാക്കി 2x അല്ലേ വരിക. ഇങ്ങനെ അല്ലെ. ഇത് നമ്മൾ പലപ്പോഴും ടെലിസ്കോപ്പിക് സീരീസിന്റെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഇവിടെ ടെലിസ്കോപ്പിക് സീരീസ് എന്നല്ല യൂസ് ചെയ്യുന്നത്, പക്ഷേ ടെലിസ്കോപ്പിക് സീരീസിന്റെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ പലപ്പോഴും യൂസ് ചെയ്യുന്ന ടേമാണിത്. ഇങ്ങനെ അല്ലെ. ഞാൻ ഇവിടെ ചെയ്യുന്ന കാര്യം അവിടെ ഇവിടെ ആരാ? ഇത് 2x അല്ലേ, ഇതാരാ? 2x -1 അല്ലേ അല്ലെ. ഞാൻ ചെറിയൊരു കാര്യം ചെയ്യാൻ പോണേ. ഇന്റഗ്രൽ 0 to 1 tan inverse ഞാനേ ഈ 1ന് പകരം ഞാൻ എഴുതാൻ പോകുന്ന ആള് 2x minus 1 അതെന്തുകൊണ്ടാ? ആ 2x minus 1 അല്ലേ വരിക. എടാ ഇവിടെ നോക്ക്, 2x കട്ട് ചെയ്യും, -1 എന്തായി? +1 ആയി അല്ലെ. അപ്പൊ എനിക്ക് ഒരാൾക്ക് എന്ത് ചെയ്താം? ഈ 1ന് പകരം എടാ 1ന് പകരം 2 - 1 കൂടെ 2 - 1 അല്ലേ. അതേപോലെ ഈ 1ന് പകരം എന്ത് ചെയ്താം? 2x minus 1 കൂടെ ഒരു പ്രശ്നമല്ല അല്ലെ. ഇതാരും തന്നെയാണ്, 1 തന്നെയാണ്. കാരണം എന്താ? ഈ 2x കട്ട് ചെയ്തിട്ടേ -1 +1 അല്ലേ അല്ലെ. അങ്ങനെ എഴുതിയാണ് കൂടെ എന്താ എന്താ 1 plus 2x into 2x - 1 അല്ലേ അല്ലെ. ഇതാരടാ? tan inverse നോക്ക്, tan inverse x minus y by 1 plus xy എന്ന ഫോർമുല അല്ലേ അല്ലെ. എടാ ഇതാരാ? ഇതൊക്കെ ഇതിനെ x എന്നും ഇതിനെ y എന്ന് വിളിച്ചാൽ ഇതെന്താ? tan inverse x minus y divided by 1 plus xy ആവൂലേ അല്ലെ. എന്താ tan inverse x minus y by 1 plus xy? tan inverse x minus tan inverse y അല്ലേ അല്ലെ. എടാ ഇയാളെ ഞാനേ x എന്ന് വിളിച്ചു, ഇയാളെ ഞാനേ y എന്ന് വിളിച്ചാൽ ഇത് x ഇത് y അല്ലേ അല്ലെ. അപ്പൊ ഇതാരാ? tan inverse x minus y divided by 1 plus xy അല്ലേ. എന്താ tan inverse x minus y by 1 plus xy? അത് tan inverse x minus tan inverse y അല്ലേ അല്ലെ. അപ്പൊ അങ്ങനെ എഴുതാൻ വേണ്ടി ഇങ്ങനെ ആട്ടിയിടോ അല്ലെ. അപ്പൊ എന്തായി? ഇന്റഗ്രൽ 0 to 1 tan inverse 2x minus tan inverse 2x - 1 അല്ലെ. ഇതിന് ഞാൻ i എന്ന് വിളിച്ചു. അപ്പൊ ഈ i ആയിട്ട് നമുക്ക് കാണേണ്ടത്. ഓക്കെ, ഇത്രയും എല്ലാവർക്കും ഓക്കെ ആയി വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഇവിടെ ഞാൻ ഇന്റഗ്രേഷൻ യൂസ് ചെയ്തിട്ടുണ്ടോ. ജസ്റ്റ് എന്ത് ചെയ്യാണ്? നമ്മൾ ഇൻവേഴ്സിനെ കുറച്ച് പ്രോപ്പർട്ടീസ് യൂസ് ചെയ്യുന്നത് മാത്രമാണ് അല്ലെ. അപ്പോൾ അത് കഴിഞ്ഞു. അപ്പോൾ എന്താ എന്താ? tan inverse 2x minus tan inverse 2x - 1. ഓക്കെ, ഞാൻ ഇത് ചെയ്യുന്ന കാര്യം കിങ്സ് പ്രോപ്പർട്ടി അപ്ലൈയാണ് അല്ലെ. എന്താ കിങ്സ് പ്രോപ്പർട്ടി? നമുക്ക് എല്ലാവർക്കും അറിയാം എക്സിന് പകരം a plus b minus x യൂസ് ചെയ്യുന്നല്ലേ കിങ്സ് പ്രോപ്പർട്ടി അല്ലെ. എന്താണ് അവിടെ? എക്സിന് പകരം എന്ത് എഴുതണം? a plus b minus x എന്ന് എഴുതാം അല്ലെ. ഇങ്ങനെ എക്സിന് പകരം a plus b minus x എന്ന് എഴുതുന്നല്ലേ കിങ്സ് പ്രോപ്പർട്ടി അല്ലെ. അപ്പോൾ എക്സിന് പകരം ഞാൻ a plus b minus x ചെയ്താണ്. അവിടെ എക്സിന് പകരം a plus b minus x എന്താ വരിക? i equal to ഇന്റഗ്രൽ 0 to 1 tan inverse 2 അല്ലെ. എക്സിന് പകരം ആരെഴുതാം? a plus b minus x
അപ്പം എന്താ അവിടെ 0 + 1 1 അല്ലേ? അപ്പോൾ എക്സിന് 1 - x അല്ലേ ഇവിടെ എഴുതാ? 1 - x അല്ലേ? ഞാൻ ഡയറക്റ്റ് എഴുതുന്നത് എന്താ വരിക? 2 - 2x അല്ലേ? ഡയറക്റ്റ് ഇതാണ് ഇതാരാ? 2 - 2x 2 - 2x മൈനസ് tan ഇൻവേഴ്സ് ഇവിടെ എന്താ വരിക? അവിടെ ഇവിടെ എക്സിന് പകരം 1 - x ചെയ്താലേ ഇപ്പോൾ 2x - 1 അല്ലേ? അല്ലേ? ആ 2x - 1 അല്ലേ എക്സിന് പകരം 1 - x ചെയ്താൽ ഇവിടെ എക്സിന് പകരം a + b - x അല്ലേ? ഇവിടെ a + b - x 1 - x അല്ലേ? അത് എഴുതി തരിക എക്സിന് പകരം 1 - x. അപ്പം എന്താ വരിക? 2 - 2x -1 ആവില്ലേ? ഇതാരാ 1 - 2x അല്ലേ വരിക? ഇതാരാ 1 - 2x ഇതാരാ 1 - 2x അല്ലെ? അവിടെ 1 - 2x ഞാൻ -2x - 1 കൂടെ അല്ലെ? ഞാൻ ജസ്റ്റ് ബേസിക് മാത്തമാറ്റിക്സ് യൂസ് ചെയ്യാണ്. അവിടെ 1 - 2x ആരാ? -2x - 1. അപ്പൊ അതിന് ഞാൻ -2x - 1 കൂടെ അല്ലെ? അങ്ങനെ എഴുതിയാലേ നമുക്ക് എല്ലാവർക്കും അറിയാം tan ഇൻവേഴ്സ് -x tan ഇൻവേഴ്സ് x അല്ലെ? tan ഇൻവേഴ്സ് -θ tan ഇൻവേഴ്സ് θ. tan ഇൻവേഴ്സിനുള്ള മൈനസ് വന്നാലേ ആ മൈനസിനെ പുറത്തെടുക്കാലോ. അപ്പൊ ഈ മൈനസിനെ പുറത്തെടുത്താലേ ആ മൈനസും പ്ലസ് ആയാലേ ഇങ്ങനെ വരാ tan ഇൻവേഴ്സ് 2x - 1 dx. ഇങ്ങനെ വരാ കാൽക്കുലേഷൻ ഡയറക്റ്റ് ചെയ്തു. ഓക്കെ, ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കണം. ഒന്നുമില്ല, എക്സിന് പകരം 1 - x എഴുതി. അങ്ങനെ 1 - x ഇങ്ങനെ കിട്ടും അല്ലെ? ഇനി ഞാൻ ചെയ്യുന്ന കാര്യം ഇങ്ങനെ എഴുതാനുള്ള റീസൺ എന്താ? ഇത് tan ഇൻവേഴ്സ് 2x - 1 അല്ലേ? ഇത് tan ഇൻവേഴ്സ് 2x - 1 അല്ലേ? രണ്ടും ആഡ് ചെയ്ത് കട്ട് ചെയ്ത് പോകില്ലേ? അല്ലെ? രണ്ടും ആഡ് ചെയ്ത് കട്ട് ചെയ്ത് പോയി അല്ലെ? രണ്ടും ആഡ് ചെയ്യാണ്. രണ്ടും ആഡ് ചെയ്യുമ്പോൾ തരാ i + i 2i. ഇവിടെ എന്താ 0 to 1 tan ഇൻവേഴ്സ് 2x. അടാ 0 to 1 ഇവിടെ 0 to 1 അല്ലേ? കോമൺ ആയി എടുക്കാം. ഇവിടെ എന്താ tan ഇൻവേഴ്സ് 2x + tan ഇൻവേഴ്സ് 2 - 2x tan ഇൻവേഴ്സ് 2x + tan ഇൻവേഴ്സ് 2 - 2x. അവിടെ ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ അത് കട്ട് ചെയ്ത് പോലെ അല്ലെ? എങ്ങനെയാ? അവിടെ i + i 2i ആവും അല്ലെ? ഇതെന്താ tan ഇൻവേഴ്സ് 2x + tan ഇൻവേഴ്സ് 2 - 2x അല്ലെ? ഈ -2x - 1 + 2x - 1 കട്ട് ചെയ്ത് പോയി. ഇത് കിട്ടി. ഓക്കെ, വാട്ട് ഈസ് നെക്സ്റ്റ്? ഇനി ഇതൊരു ആൻസർ ആയിട്ടില്ലട്ടോ. ഇനി ഒറ്റ കാര്യം കൂടി ചെയ്താൽ ഒന്നുകൂടി ഈസി ആവും. ഞാനേ എടാ ഇതിന് ഞാൻ വേണമെങ്കിൽ ഇവിടെ ഇത് രണ്ടാളുടെയും സമ്മല്ലേ? രണ്ടാളുടെ സമ്മുള്ള ഇൻഡിക്കേഷൻ അല്ലേ? അപ്പം ഞാൻ ഇവിടെ ഇൻഡിക്കേഷൻ കൊടുത്തു, ഇവിടെയും ഇൻഡിക്കേഷൻ വേണമെങ്കിൽ കൊടുക്കാലോ. സ്പ്ലിറ്റ് ചെയ്തു അല്ലേ? ഇനി ഞാൻ ചെയ്യുന്ന കാര്യം 2i ഇന്റഗ്രൽ 0 to 1 tan ഇൻവേഴ്സ് 2x അതുപോലെ വെച്ചു. ഓക്കെ, ഇന്റഗ്രൽ 0 to 1. എടാ ഇവിടെ ഞാൻ ഒന്നും കൂടി കിങ്സ് പ്രോപ്പർട്ടി അപ്ലൈ ആണ് അല്ലേ? അതിന്റെ റീസൺ നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാവും. അവിടെ കിങ്സ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്താലേ അവിടെ ഉള്ളത് ഇപ്പൊ ആരാ? 2 - 2x അല്ലേ? 2 - 2x അല്ലേ അവിടെ ഉള്ളത് അല്ലെ? അവിടെ എക്സിന് പകരം ആരെ കൊടുക്കുക? 1 - x കൊടുക്കലേ ചെയ്യുക. അതല്ലേ കിങ്സ് പ്രോപ്പർട്ടി. അപ്പൊ എക്സിന് പകരം 1 - x കൊടുത്താലേ 2 - 2 × 1 - 2x 1 - x ആവല്ലേ? എന്താ തരിക? 2 - 2 × 1 - 2x അല്ലേ? -2 × -x + 2x അല്ലേ? അല്ലെ? ഈ 2 × 2 / 2x അല്ലേ വരിക അല്ലെ? അപ്പൊ എന്താ വരിക? tan ഇൻവേഴ്സ് 2x അല്ലെ? അങ്ങനെ എഴുതിയാൽ ഗുണം മനസ്സിലാവും അല്ലെ? അപ്പൊ ഇവിടെ ഞാൻ കിങ്സ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തു. ഇവിടെ കിങ്സ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്ത ബന്ധം tan ഇൻവേഴ്സ് 2x കിട്ടി അല്ലെ? അപ്പൊ ഇതെന്തായി? 2i = എടാ ഇത് 0 to 1 tan ഇൻവേഴ്സ് 2x + 0 to 1 tan ഇൻവേഴ്സ് 2x അല്ലേ? അത് 2 × ഇന്റഗ്രൽ 0 to 1 tan ഇൻവേഴ്സ് 2x ആവൂലേ? യെസ്, ഈ 2 × 2 കട്ട് ചെയ്യാലോ അല്ലെ? അപ്പൊ i എന്തായി? what is i? ഇന്റഗ്രൽ 0 to 1 tan ഇൻവേഴ്സ് 2x ആയി. ഇനി ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടേ നമുക്കുള്ളൂ. ഒരു പ്രശ്നമല്ല. അടാ എങ്ങനെ ഇൻവേഴ്സ് ഫംഗ്ഷൻസിന്റെ ഇന്റഗ്രേറ്റ് ചെയ്യുക? അവിടെ ഇൻവേഴ്സ് ഫംഗ്ഷൻ സൈൻ ഇൻവേഴ്സ് ആണെങ്കിലും ടാൻ ഇൻവേഴ്സ് ആണെങ്കിൽ എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യുക? അവിടെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടൂളാണ് മെത്തേഡ് ഓഫ് പാർട്സ് അല്ലെ? പഠിച്ചിട്ടുണ്ടാവും അല്ലെ? അവിടെ ഇൻവേഴ്സ് ഫംഗ്ഷനെയും ലോഗിനെയൊക്കെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടൂൾ ആരാ? അത് ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ആണ് അല്ലെ? അപ്പൊ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് യൂസ് ചെയ്യാം. എങ്ങനെയാ? ഇന്റഗ്രൽ 0 to 1 tan ഇൻവേഴ്സ് 2x × 1 കൂടെ tan ഇൻവേഴ്സ് 2x × 1 എന്താ? tan ഇൻവേഴ്സ് 2x അവിടെ ഇൻറ്റു 1 എന്ന കാരണം എന്താ? അവിടെ മെത്തേഡ് പാർട്സ് അപ്ലൈ ചെയ്യെങ്കിലേ രണ്ട് ഫംഗ്ഷൻ വേണ്ടേ? ഫസ്റ്റ് ഫംഗ്ഷനും സെക്കൻഡ് ഫംഗ്ഷൻ വേണ്ടേ? അപ്പൊ ഇയാളെ ഞാൻ ഫസ്റ്റ് ഫംഗ്ഷൻ ആക്കി എടുത്തു. അപ്പൊ ഇയാളെന്താ? സെക്കൻഡ് ഫംഗ്ഷൻ അല്ലെ? അപ്പൊ എന്താ ഇന്റഗ്രേഷൻ ബൈ പാർട്സ്? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് അല്ലെ? ഫസ്റ്റ് ഫംഗ്ഷൻ tan ഇൻവേഴ്സ് 2x അല്ലേ? ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് 1 അല്ലേ? ഇന്റഗ്രൽ എന്താ? x മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് tan ഇൻവേഴ്സ് 2x ഡെറിവേറ്റീവ് എന്താ? tan ഇൻവേഴ്സ് x ഡെറിവേറ്റീവ് 1/1 + x² അല്ലേ? അപ്പൊ tan ഇൻവേഴ്സ് 2x ഡെറിവേറ്റീവ് എന്താ? 1/1 + 2x² 4x² അല്ലേ? ഇൻറ്റു ഡെറിവേറ്റീവ് x എന്താ? 2 അല്ലെ? ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ്. ഇതല്ലേ മെത്തേഡ് പാർട്സ് വരാ? കിട്ടി. വാട്ട് ഈസ് നെക്സ്റ്റ്? അടാ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത പരിപാടി കഴിഞ്ഞില്ലേ അല്ലെ? എങ്ങനെ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക? അടാ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണേ താഴത്താൾ 1 + 4x² അല്ലേ? വാട്ട് ഈസ് ഡെറിവേറ്റീവ് 1 + 4x² 8x അല്ലേ? അടാ ഇയാളെ ഞാൻ ഡയറക്റ്റ് ചെയ്താൽ പോണേ. ഇയാളെ ഞാൻ u എന്ന് വിളിച്ചാൽ, അയാളെ ഞാൻ u എന്ന് വിളിച്ചാൽ
അത് ഡെറിവേറ്റീവ് ഡി യു ആരാ? അവിടെ 4x² ഡെറിവേറ്റീവ് 8x ആ. 8x വേണം. മുകളിൽ ആരുണ്ട്? 2x ഉണ്ട് അല്ലേ? അപ്പോൾ 8x വേണമെങ്കിൽ ഒരു 4ന്റെ കുറവല്ലേ ഉള്ളൂ അല്ലേ? ഇപ്പോഴത്തെ 8x ആയില്ലേ? എടാ ഞാൻ 4 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു 4 ഡിവൈഡ് ചെയ്താൽ പോരെ അല്ലേ? അങ്ങനെയെങ്കിൽ എടാ ഞാൻ 4 മൾട്ടിപ്ലൈ ചെയ്ത് 4 ഡിവൈഡ് ചെയ്തു. കാരണം എന്താ? ഇയാളെ യു എന്ന് വിളിച്ചാൽ 1 + 4x² യു എന്ന് വിളിച്ചാൽ ആ ഡെറിവേറ്റീവ് 8x ആ. ആ 8x മുകളിൽ വേണം. മുകളിലൂടെ 2x ഉണ്ട്. 8x അങ്ങനെ ഒരു 4 കൊടുത്താൽ പോരെ? 4 ഞാൻ മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഇതാരാ? ഡി യു അല്ലേ? ഡി യു അല്ലേ? അല്ലേ? അപ്പോൾ എന്തായി? അടുത്ത സ്റ്റെപ്പിൽ tan ഇൻവേഴ്സ് 2x മൈനസ് 1/4. ഇത് ഡി യു ബൈ യു അല്ലേ? അല്ലേ? ഡി യു ബൈ യു ലോഗ് മോഡ് യു അല്ലേ? ലോഗ് മോഡ് യു. അപ്പോൾ ലോഗ് യു എന്താ? u1 + 4x² അല്ലേ? ഇത് കിട്ടി. ഇതാണ് ഇൻഡിക്കേഷൻ അല്ലേ? ഇനി ലോവർ ലിമിറ്റ് ആരാ? 0. അപ്പർ ലിമിറ്റ് ആരാ? 1 കൊടുത്താൽ മതി. എന്താ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോഴേ ഇതൊക്കെ tan ഇൻവേഴ്സ് അപ്പർ ലിമിറ്റ് 1 അല്ലേ? അപ്പോൾ എക്സിന് 1 കൊടുത്താലേ ഇത് tan ഇൻവേഴ്സ് 2 ആവില്ലേ? tan ഇൻവേഴ്സ് 2 ഇൻറ്റു 1 ഉണ്ട്. അത് എഴുതേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ? മൈനസ് 1/4 ലോഗ് 1 പ്ലസ് അവിടെ എക്സ് 1 എടുത്ത് 1 + 4 ആവില്ലേ? 1 + 4 എന്താ? 5. ലോഗ് 5 ആണ്. ഇത് ലോഗ് 5 അല്ലേ? ലോവർ ലിമിറ്റ് കൊടുത്താൽ മൊത്തം 0 അവിടെ. ലോവർ ലിമിറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. അവനെ കൊടുത്തു നോക്ക്. x 0 അല്ലേ? x 0 ഇത് മൊത്തം 0 ആയി അല്ലേ? അവിടെ x 0 ആയാലേ ഇത് മൊത്തം 0 ആയി. x 0 ഇത് ലോഗ് 1 ആയി. ലോഗ് 1 0 അല്ലേ? അപ്പോൾ ലോവർ ലിമിറ്റ് കൊടുത്താൽ മൊത്തം എന്താണ്? 0 അല്ലേ? അപ്പോൾ എന്ത് കിട്ടി? tan ഇൻവേഴ്സ് 2 മൈനസ് 1/4 ലോഗ് 5. പക്ഷെ ഇതല്ല ആൻസർ അല്ലേ? പക്ഷെ നമുക്ക് എന്താണ്? അവിടെ ഞാൻ ഈ 4 യൂസ് ചെയ്തിട്ടേ ഇല്ല അല്ലേ? അപ്പോൾ ഇനി ആ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണ്ടേ? ആ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലേ ഈ കാണുന്ന ആൾ എന്താവും? tan ഇൻവേഴ്സ് 2 എന്താവും? 4 × tan ഇൻവേഴ്സ് 2 അല്ലേ? മൈനസ് 1/4 × 4 എന്താവും? 1 അല്ലേ? ലോഗ് 5 ഇതാവൂലേ അല്ലേ? അവിടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് എന്താണെന്ന് പറഞ്ഞത്? അവരെന്താ പറഞ്ഞത്? ഇതാണെന്നല്ലേ പറഞ്ഞത് അല്ലേ? അതാരാ? എ tan ഇൻവേഴ്സ് 2 മൈനസ് ബി ലോഗ് 5. എ കിട്ടിയില്ലേ? എ എന്താ? 4. ബി എന്താ? 1. എ 4 ബി എന്താ? 1. ചോദിച്ചത് 2a + b അല്ലേ? വട്ട് ഈസ് 2a + b? 2 × a 2 × 4 8 + b 1 അല്ലേ? അപ്പോൾ ആൻസർ എന്താ? 9 ആണ് അല്ലേ? എഗെയിൻ അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. കുറച്ച് ചെയ്യാണ്ട് കേട്ടോ. ഇത് കുറച്ച് ചെയ്യാണ്ട്. അത് ഈസി എന്ന് പറയാനില്ല. ഇത് കുറച്ച് ലെങ്തി ക്വസ്റ്റ്യൻ തന്നെയാണ്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം? വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പഠിക്കാത്ത ഒരു കാര്യം ഇവിടെ യൂസ് ചെയ്തിട്ടില്ല. ഓക്കെ.